അപ്പോൾ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ്, പിന്നെ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ, വെനീസ്വല ആ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെയാണ് കുറച്ച് കവർ ചെയ്യുന്നത്. കാരണം അവിടെ ട്രംപ് തകൃതിയായിട്ട് കുറച്ച് ആക്രമണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെനീസ്വലയെ മൊത്തത്തിൽ വളഞ്ഞിരിക്കുകയാണ്. 7 മുതൽ 8 ഡിസ്ട്രോയേഴ്സ് ഉണ്ട്, ഡിസ്ട്രോയർ ഫ്ലീറ്റുകൾ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ യുദ്ധക്കപ്പലുകളൊക്കെ അഡീഷണൽ ആയിട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇതിൽ 60 മുതൽ 70 എയർക്രാഫ്റ്റുകൾ ഇങ്ങനെ ആകാശത്തൂടെ വട്ടമിട്ട് പറക്കുകയാണ്. അത് കഴിഞ്ഞ ആഴ്ച ഒരു ഫിഷറീസ് ബോട്ടിനെ ഇതേപോലെ ഈ മരുന്ന് കടത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണം ഉന്നയിച്ച് അറ്റാക്ക് ചെയ്ത് അതിലുള്ള ആൾക്കാരെയൊക്കെ കൊലപ്പെടുത്തിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ വീണ്ടും അതേപോലെ ഒരു ബോട്ടിന് മേളിൽ ആക്രമണം നടത്തി. ഫിഷറീസ് ബോട്ടിനെ തന്നെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് മദുറാവോ, അതായത് വെനിസുലായുടെ പ്രസിഡന്റ് മദുറാവോ പറഞ്ഞിരിക്കുന്നത് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ ഈ രീതിയിൽ ഉപദ്രവിക്കുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല. അമേരിക്കയ്ക്കുള്ളിൽ ഇതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ ഗുളികകളോ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അവരുടെ സെക്യൂരിറ്റി മെഷേഴ്സ് ഉറപ്പുവരുത്തണം. ഒരു രാജ്യത്തിന് ഉള്ളിൽ എങ്ങനെ ഇത് കടന്നു വരുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിലുപരിയായിട്ട് ആരോപണം മാത്രം ഉന്നയിച്ചുകൊണ്ട് വന്നിട്ട് വെനിസുലായുടെ മേളിൽ കുതിര കയറാൻ വരരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്വത്ത് ഞാനിവിടെ എൻ്റെ പേരിൽ സമ്പാദിച്ച് വെച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അമേരിക്ക ആരോപിക്കുന്നത്. പക്ഷേ എൻ്റെ പേരിൽ ഒരു കാർ പോലും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മിക്ക പൊളിറ്റീഷ്യൻസ്മാരും എടുക്കുന്ന നമ്പറുകളൊക്കെ തന്നെയാണ്. നമ്മൾ പിന്നെ ഇന്ത്യയിലായതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അവരുടെ പേരിൽ ചിലപ്പം വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല, ബിനാമിയുടെ പേരിലായിരിക്കാം. അതൊക്കെ ഒരു സൈഡിൽ ഇരിക്കട്ടെ, അതൊക്കെ പൊളിറ്റിക്കൽ ഇന്റൻഷനോട് കൂടി പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകളാണെന്ന് കരുതിയാൽ മതി. എന്നിട്ട് പുള്ളി കോൾ ഫോർ ചെയ്തിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് ആയുധം കൊടുക്കുകയാണ്, തോക്ക്. എന്നിട്ട് വെടിവെക്കാനുള്ള പ്രാക്ടീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ നമുക്ക് ചിലപ്പം ഏത് മൊമെന്റിലും പൊതുജനങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ട സാഹചര്യം വരും എന്ന് മദുറാവോ ചിന്തിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് വെനിസുലയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നത്. കോമൺ ആയിട്ട് പറയാനുള്ളത് വെനിസുലയെക്കാളും ഏറ്റവും കൂടുതൽ ബ്രസീൽ, കൊളംബിയ പോലത്തെ രാജ്യങ്ങളൊക്കെ ഇതിനേക്കാളും ഭീകരമായ രീതിയിൽ ഈ മരുന്ന് കച്ചവടം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അവിടേക്കെങ്ങും തിരിയാതെ ട്രംപ് പ്രത്യേകിച്ച് വെനിസുലയുടെ മേളിൽ തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് നിൽക്കുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, എണ്ണ തന്നെയാണ് ലക്ഷ്യം. ഓയിൽ വേണം, അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരുപാട് ഓയിൽ വേണം. ഈ ഓയിൽ കൊണ്ട് യൂറോപ്പിനെ തൃപ്തിപ്പെടുത്തണം. അതുകൊണ്ടാണ് യൂറോപ്പിന് വേണ്ട രീതിയിലുള്ള എനർജി സെക്യൂരിറ്റി അമേരിക്കയെ കൊണ്ട് ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല. ആ സാഹചര്യത്തിലാണ് അമേരിക്ക ഇങ്ങനെ വെനിസുലയുടെ മേളിൽ എയിം ചെയ്ത് നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അമേരിക്കയ്ക്ക് ശരിക്കും റഷ്യയുടെ ഡിപ്പെൻഡൻസി യൂറോപ്പ് കുറയ്ക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, നാറ്റോ രാജ്യങ്ങളായിക്കോട്ടെ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കണം എന്നുണ്ടെങ്കിലും അമേരിക്ക അവരുടെ എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് വെറുതെ അല്ല, പൈസ കിട്ടും. യൂറോപ്പ് പൈസ കൊടുത്ത് തന്നെയാണ് ഈ എണ്ണ മേടിക്കുന്നത്. നിലവിൽ അമേരിക്കയ്ക്ക് എൻറ്റയർ യൂറോപ്പിന്റെ എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ പാകത്തിനുള്ള എണ്ണ അവരുടെ കയ്യിലില്ല. അതിനുവേണ്ടി തന്നെയാണ് വെനിസുലയെ നോട്ടമിട്ട് വെച്ചിരിക്കുന്നത്. അതായത് അവിടെ റെജീം ചേഞ്ച് കൊണ്ടുവരിക, അമേരിക്കയ്ക്ക് വേണ്ട ആൾക്കാരെ കസേരയിൽ ഇരുത്തുക, എന്നിട്ട് തകൃതിയായിട്ട് അവിടുത്തെ എണ്ണ വാങ്ങി അമേരിക്ക ത്രൂ കച്ചവടം നടത്തുക. ഇതാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളാണ് കാര്യം. അങ്ങനെ യൂറോപ്പ് ഇപ്പോൾ ചൊൽപ്പടിക്ക്, അതായത് യൂറോപ്പിനെ ചൊൽപ്പടിക്ക് നിർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മറ്റുള്ള മേഖലകളിലുള്ള ആ ഒരു ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടല്ലോ ഇപ്പോൾ, അതായത് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അമേരിക്കയ്ക്കെതിരെ നെഞ്ചും വിരിച്ച് നിൽക്കുന്ന പല രാജ്യങ്ങൾക്കെതിരെയും അമേരിക്കയ്ക്ക് ശക്തമായ നടപടിയെടുക്കാൻ കഴിയും, യൂറോപ്പും കൂടി ഒപ്പം നിൽക്കുന്നെങ്കിൽ. ഇപ്പോൾ യൂറോപ്പ് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഇന്ത്യക്കെതിരെ 100% താരിഫ് കൊണ്ടുവന്നേരെ. അതിപ്പോൾ കൊണ്ടുവരാൻ പറ്റുന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണ്? കാരണം ഇന്ത്യ വൺ ഓഫ് ദ എനർജി പാർട്ട്ണറാണ് യൂറോപ്പിൻ്റെ. ഇപ്പം നിലവിലെ അവസ്ഥ അതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് മാറി മറിയുന്നത് എന്ന് അമേരിക്ക വളരെ കൃത്യമായിട്ട് കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് വെനിസുലയുടെ മുന്നിൽ പോയി നിൽക്കുന്നത്. ഈ വെനിസുലയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നതിൽ വലിയ രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ട്. അതിനുവേണ്ടി തന്നെയാണ് അമേരിക്കയുടെ ഗ്ലോബൽ ഡോമിനൻസ് ജിയോ പൊളിറ്റിക്കൽ മേഖലയിൽ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക വെനിസുലയുടെ മുന്നിൽ പോയി നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ. ഞാൻ കാണിക്കുന്ന മാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ മാപ്പിൽ 1, 2 എന്നൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് 7 വാർഷിപ്പുകൾ അവിടെ മൊത്തത്തിൽ വെനിസുലയെ സറൗണ്ട് ചെയ്ത് കിടപ്പുണ്ട്. അതുപോലെ തന്നെ 4 മുതൽ 5 ഡിസ്ട്രോയേഴ്സ് ആ സൈഡിൽ കിടപ്പുണ്ട്. പിന്നെ പ്യൂട്ടോറിക്ക എന്ന് പറഞ്ഞ ആ സ്ഥലത്തു നിന്നാണ് ശരിക്കും ഈ ഒരു ഡ്രോൺ വെച്ചിട്ട് അറ്റാക്ക് നടത്തി ഈ ഒരു ബോട്ടിന് മേളിൽ ആക്രമണം നടത്തിയത്. അതുപോലെ തന്നെ ആ ഏരിയയിൽ 60 മുതൽ 70 എയർക്രാഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ അതാണ് അവസ്ഥ. ശരിക്കും വളഞ്ഞിരിക്കുകയാണ്. അടുത്ത അമേരിക്കയുടെ ഉള്ളിലേക്കുള്ള ട്രേഡ്, താരിഫ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ചെറുതായിട്ട് പറയാനുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ കമേഴ്ഷ്യൽ സെക്രട്ടറി ഹാവാർഡ് ലുട്നിക് പറഞ്ഞു വെച്ചിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ ഇന്ത്യ മേടിച്ചേ മതിയാകൂ എന്ന് നിർബന്ധം പിടിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് ചോളം. ഈ ചോളം മേടിച്ചേ മതിയാവും എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് അമേരിക്ക ഇപ്പോൾ കാണിക്കുന്നത്. ഇത് ആദ്യമേ തന്നെ നമ്മൾ എവിടെയാണ് നെഗോസിയേഷൻ പോയിന്റിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വന്നത്, ആ നെഗോസിയേഷൻ പോയിന്റിൽ തന്നെയാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എനിവേ നെഗോസിയേഷൻ മുന്നോട്ട് പോവാണ്. ഫർദർ ഡെവലപ്മെന്റ്സ് ഇന്നത്തെ ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് ഫർദർ ഡെവലപ്മെന്റ്സ് എന്നുള്ളത്. അതുപോലെ നൈക്കി, അഡിഡാസ് പോലത്തെ കമ്പനികൾ, ഈ ഷൂ കമ്പനികളില്ലേ, ഈ ഷൂ കമ്പനികളൊക്കെ ട്രംപിനെ അപ്രോച്ച് ചെയ്തിട്ട് ഒരു റിക്വസ്റ്റ്, അതായത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും പുറത്തുനിന്ന് കൊണ്ടുവരാൻ കഴിയുന്നില്ല,
ഇവിടെ ഇൻസൈഡ് ഷൂ കമ്പനികൾക്കൊക്കെ വേണ്ടിയിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ വലിയ ഭീമമായ ചെലവ് വരുന്ന പരിപാടിയാണ്. അങ്ങനെയാണെങ്കിലും നമുക്ക് ഷൂവിൻ്റെ വില നല്ല രീതിയിൽ കൂടും. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അമേരിക്കയുടെ ഉള്ളിൽ സ്റ്റോർ റീലൊക്കേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഷൂസ് എന്ന് ഈ ബ്രാൻഡഡ് ഷൂസ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിക്ക് മാത്രം ടാരിഫ് എക്സംഷൻ തരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ അണ്ടർ ഡിസ്കഷനിലാണ്. ഒരു പക്ഷേ ഈ ഷൂ കമ്പനികളിൽ, അതായത് നൈക്കി, അഡിഡാസ് പോലത്തെ ഈ കമ്പനികൾക്കൊക്കെ ടാരിഫ് എക്സംഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപിന് ഇനി വളരെ കുറഞ്ഞ കാലയളവ് മാത്രമേ ഉള്ളൂ അമേരിക്കയിൽ. 3-3.5 വർഷത്തോളം ഇനി ഉണ്ട് ബാക്കി. ഈ 3.5 വർഷം കൊണ്ട് മാത്രമാണ് ട്രംപ് ഉദ്ദേശിച്ചിരിക്കുന്ന ഈ നയങ്ങളൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് എത്രമാത്രം വിജയകരമായിട്ട് പോകുമെന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം ഈ 3 വർഷം തന്നെ വേണ്ടിവരും ഈ താരിഫ് നയം കൊണ്ട് ഉണ്ടാക്കിയ ഡാമേജ് നികത്താൻ വേണ്ടിയിട്ട്. മിക്കവാറും ട്രംപ് ഭരണത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും സ്വർണ്ണ വില 1,40,000, 50,000 ആ ഒരു റീച്ചിൽ എത്തിയിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലത്തെ നയങ്ങളാണ് ട്രംപ് നടപ്പിലാക്കുന്നത്. ഡോളറിന്റെ മൂല്യം നല്ല രീതിയിൽ ഇടിവ് നേരിടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതാണ് ട്രംപിന്റെ ഈ ഉട്ടോപ്യൻ നയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അമേരിക്കൻ ഡിഫൻസ് മേഖലയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ F-35 പർച്ചേസ് തീരെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ശരിക്കും റഷ്യൻ ആയുധങ്ങളെ പാട്ടസാധനങ്ങളാണ് എന്ന് വിശേഷിപ്പിക്കുകയും അമേരിക്കൻ ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ F-35 ഡിമാൻഡ് കുറഞ്ഞു പോകുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേൽ F-35 ആണ് ഉപയോഗിക്കുന്നത്, പക്ഷേ അവരുടേതായിട്ടുള്ള രീതിയിലാണ് അതിനെ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാനഡ ഏതാണ്ട് 88 F-35 വിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓർഡർ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ ചൊല്ലി കാനഡ ആ ഓർഡർ സ്റ്റോപ്പ് ചെയ്തു എന്ന് മാത്രമല്ല, ആ ഓർഡർ യൂറോപ്പിലേക്ക് മറിച്ച് കൊടുക്കുകയും ചെയ്തു. സ്വീഡനിൽ നിന്നും 88 ഫൈറ്റർ ജെറ്റുകൾ, സ്വീഡൻ നിർമ്മിതമായിട്ടുള്ള ഫൈറ്റർ ജെറ്റുകൾ മേടിക്കാനാണ് കാനഡ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? F-35 ഓർഡർ റദ്ദാക്കിക്കൊണ്ട് സ്വീഡനിലേക്ക് പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നത് F-35 ഡീവാലുവേറ്റ് ചെയ്യാണ് എന്നാണ് ട്രംപ് കരുതുന്നത്. ട്രംപ് ഭയങ്കര ദേഷ്യത്തിലാണ് കാനഡയുമായിട്ട് ഈ വിഷയത്തിൽ. അമേരിക്കയുടെ താരിഫൊക്കെ കാനഡ ഒഴിവാക്കി കൊടുത്തു. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഇതിന് മുമ്പിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ യൂറോപ്പ് മേഖലയിൽ നിന്നുള്ള ഈ യുദ്ധവിമാനം വാങ്ങുന്ന ആ ഒരു പ്രോജക്റ്റ് അമേരിക്കയ്ക്ക് കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ട്രംപ് വിളിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് ഈ ഓർഡർ കാനഡയുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കണം. അത് സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഗോ വിട്ട് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ നടക്കും. നടക്കത്തില്ല എന്നൊന്നുമില്ല, നടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പോയി സംസാരിക്കണം ട്രംപ്. അതാണ് കാനഡ എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ നിലപാട്. അപ്പോൾ ഡിഫൻസ് മേഖലയിൽ ഒരു വീഴ്ച അവിടെ സംഭവിക്കുന്നുണ്ട് അമേരിക്കയ്ക്ക്. അപ്പോൾ അതുപോലെ തന്നെ കാനഡ എയർ ഡിഫൻസ് സിസ്റ്റവും കൂടി അവർ അമേരിക്കയിൽ നിന്നും ഇനി പർച്ചേസ് ചെയ്യുന്നില്ല. ഈ പാട്രിയോട്ട് സിസ്റ്റം അതൊക്കെ ഒരു സൈഡിൽ മാറ്റി നിർത്തിക്കൊണ്ട് പുതുതായിട്ട് അവർ യൂറോപ്പ് മേഖലയിൽ തന്നെയാണ് എയർ ഡിഫൻസ് സിസ്റ്റം, പ്രത്യേകിച്ചും ഇറ്റലിയുടെ സൈഡിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം പ്രൊക്യൂർമെന്റ് നടത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊക്കെ അമേരിക്കയെ ചൊടിപ്പിക്കുന്ന വിഷയങ്ങളാണ്. ഇതിനൊക്കെ കാരണം വേറെ ഒന്നുമില്ല, ട്രംപ് തന്നെയാണ്. ട്രംപിന്റെ സ്വഭാവം, ട്രംപ് മേജറായിട്ടുള്ള, അതായത് ട്രംപ് അമേരിക്കയുടെ സ്ട്രെങ്ത് എന്താണ്, അമേരിക്കയുടെ പൊട്ടൻഷ്യൽ എന്താണ്, അമേരിക്ക ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്നത്, ഈ തിരിച്ചറിവുകളൊന്നും തന്നെ ഇല്ലാണ്ട് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഡിഫൻസ് പ്രോഡക്റ്റുകൾ വിൽക്കുമ്പോഴത്തേക്കും ബൾക്കായിട്ടുള്ള റവന്യൂ ആണ് അമേരിക്കയ്ക്കുള്ളിലേക്ക് കിട്ടുന്നത്. അതിന് പകരം ഈ താരിഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഖജനാവിലേക്ക് പൈസ വേണമെന്ന് വിചാരിച്ചുകൊണ്ട് ട്രഷറിയുടെ ഫണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമമാണ് ഈ രീതിയിൽ പരാജയപ്പെടുന്നത്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഗെയിൻ ഉണ്ടാകുന്നെങ്കിൽ ഒരു സ്ഥലത്ത് അത് ലോസ് ആവും. അപ്പം അങ്ങനെ ഈ താരിഫ് വിഷയത്തിൽ ഖജനാവിലേക്ക് പൈസ വരുന്നു എന്ന് സന്തോഷിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഡിഫൻസ് മേഖലയിൽ നിന്നുള്ള ഒലിച്ചുപോക്ക് തടയാൻ പറ്റാത്ത വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം അമേരിക്കൻ ഡിഫൻസിന്. ചാർലി ക്രിക്കിന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ കോളേജിൽ വെച്ചിട്ട് ഈ വെടിവെച്ച വ്യക്തിയെ മാനസികമായിട്ട് പ്രേരിപ്പിച്ച ആ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ LGBTQ++ഉമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റിയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ, അതിലാണ് ഈ വിഷയം സംഭവിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു ഫാസിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഈ വിഷയത്തിലേക്ക് പുള്ളി ഉന്നയിച്ചിരുന്ന ചില വാദങ്ങൾ, അതിൻ്റെ പേരിലുള്ള പ്രതിഷേധമാണ് ഈ വെടിവെപ്പിൽ അവസാനിച്ചത്. ജർമ്മനിയിലൊരു സംഭവം, മ്യൂണിക്കിൽ 1938 ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ജർമ്മനിയിൽ മ്യൂണിക്കിൽ ഹിറ്റ്ലർ നടത്തിയ ചില സവിശേഷതകൾ അവിടെ ഉണ്ട്. യഹൂദന്മാർക്കെതിരെയാണ് ഹിറ്റ്ലർ അവിടെ ആ രീതിയിലുള്ള അരാജകത്വം നടത്തിയത്. എന്താണ്? കൂട്ടക്കൊല തന്നെ, അതന്നെ സംഭവം. ആ ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായിട്ട് ആ സ്ഥലത്ത് 2023 ജൂവിഷ് കമ്മ്യൂണിറ്റി, ഇസ്രായേൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ആ സ്ഥലത്ത്, ഈ മ്യൂണിക്കിൽ ആ പറഞ്ഞ സ്ഥലത്ത് വേണ്ടിയിട്ട് ഒരു സിനഗോഗും ചില കാര്യങ്ങളൊക്കെ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഇനോഗ്രേഷനാണ് ഇപ്പം 2023 ഈ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏതാണ്ട് അതൊക്കെ ആ പ്രോജക്റ്റ് ഒക്കെ ഫുൾഫില്ലായി. ഓപ്പണിംഗ് സെറമണിക്ക് ജർമ്മനിയുടെ ചാൻസലർ മേഴ്സ് ഫ്രെഡറിക് എത്തിയിട്ടുണ്ടായിരുന്നു. മേഴ്സ് ഫ്രെഡറിക് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അവിടെ വളരെ വിഷമകരമായ രീതിയിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ഓപ്പണിംഗ് സെറമണി നടത്തിയത്. അതായത് ജർമ്മനിയിൽ നിന്നും ഇങ്ങനെ സംഭവിച്ചല്ലോ. ഇപ്പോഴും ആഗോളതലത്തിൽ ഇസ്രായേലിനെതിരെ പല രീതിയിലുള്ള വിരോധങ്ങൾ, പ്രത്യേകിച്ച് ആന്റിസെമിറ്റിക് എന്നുള്ള രീതിയിലുള്ള പ്രൊപ്പഗൻഡ ലോകമെമ്പാടും ആൾക്കാർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വളരെ മോശമാണ്. വളരെ ഡെഡിക്കേറ്റീവായിട്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യും എന്നാണ് മേഴ്സ് ഫ്രെഡറിക് പറഞ്ഞു വെക്കുന്നത്. ഒരു ജർമ്മനിയുടെ ഇസ്രായേലിനോടുള്ള ഒരു കടപ്പാട് അത് വളരെ എഫക്റ്റീവായിട്ട് പുള്ളി അവിടെ പ്രകടിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.
ഇത് മേഴ്സ് ഫ്രെഡറിക്കിന്റെ പേഴ്സണൽ ചിന്താഗതിയാണോ അല്ലെങ്കിൽ ജർമ്മനിയുടെ ആണോ എന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് പുള്ളി ആ ഒരു സെറമണിയിൽ പങ്കെടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ ഒരു സൈഡിൽ അറബ് ലീഗ് തകൃതിയായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ചെങ്കിലും മറ്റൊരു സൈഡിൽ ഇസ്രായേൽ തകൃതിയായിട്ടുള്ള ആക്രമണം ഗാസയ്ക്കുള്ളിൽ തുരുതുര അറ്റാക്ക്. അത് മിനിഞ്ഞാന്ന് എത്ര എഫക്റ്റീവായിട്ടാണോ ആക്രമണം നടത്തിയത് അതിൻ്റെ ഇരട്ടി എഫക്റ്റീവായിട്ടുള്ള ആക്രമണം. അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഫുട്ടേജസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് പോവുക. അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഞാനൊരു മാപ്പ് കാണിക്കാം. ആ മാപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയുന്ന സ്ഥലങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് പോവുക. 86% ഗാസ ഇസ്രായേലിൻ്റെ കൺട്രോളിലാണ്. ഇനിയിപ്പോൾ ഹമാസ് പറയുന്നത് പോലെ കേട്ടുകൊണ്ട് ഇസ്രായേലിൻ്റെ സൈന്യം ഗാസ വിട്ട് പുറത്തു പോകുമെന്ന് നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല. ആ രീതിയിലാണ് ഇസ്രായേൽ ഗാസയെ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. അറബ് രാജ്യങ്ങളുടെ ഒരു ലീഗ് സമ്മേളനം, അതിലേക്ക് അവർ കൊണ്ടുവരുന്ന വിവിധ തരത്തിലുള്ള തീരുമാനങ്ങൾ, പല രീതിയിലുള്ള ഡയലോഗുകൾ, ഇസ്രായേലിനെതിരെ എടുക്കാൻ പോകുന്ന നിലപാടുകൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇസ്രായേൽ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ഗാസയെ ഒക്കുപ്പൈ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ഇതിനകത്ത് നിങ്ങൾ നോക്കൂ, നോർത്ത് ഗാസ, അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഗാസ സിറ്റി, അത് കഴിഞ്ഞാൽ നെറ്റ്സരീം കോറിഡോർ. ഈ നെറ്റ്സരീം കോറിഡോറിനും ഗാസ സിറ്റിക്കും ഇടയിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഒരു താൽക്കാലിക ഷെൽട്ടർ കൊടുത്തിട്ടുണ്ട്. ഈ താൽക്കാലിക ഷെൽട്ടർ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, കാരണം ഈ അങ്ങറ്റത്ത് നിന്ന് ഇങ്ങറ്റം വരെ ജനങ്ങൾ പലായനം ചെയ്ത് വരേണ്ടതുണ്ട്. അങ്ങനെ കടന്നു വരണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് 30 മുതൽ 36 കിലോമീറ്റർ നടന്നേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒറ്റയടിക്ക് നടന്നു വരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ നോർത്തേൺ ഗാസ ഏരിയയിലുള്ള കംപ്ലീറ്റ് ആൾക്കാരെയും ഒഴിപ്പിച്ചിട്ട് ആ നെറ്റ്സരീം കോറിഡോറിന് തൊട്ടപ്പുറത്തായിട്ടുള്ള ആ വൈറ്റ് കളർ സ്പേസ് ഞാൻ കാണിക്കുന്നില്ലേ, ആ ഗാസ സിറ്റിക്ക് തൊട്ടിപ്പുറത്ത്, അവിടെ ഷെൽട്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നെറ്റ്സരീം കോറിഡോർ തന്നെ, ആ കോറിഡോറിന്റെ വിഡ്ത്ത്, ആ കോറിഡോറിന്റെ വീതി തന്നെ, അകലം തന്നെ ഏതാണ്ട് 6 കിലോമീറ്റർ ആണ് നെറ്റ്സരീം കോറിഡോർ മാത്രം. അപ്പോൾ ഏകദേശം 2 ദിവസം എടുക്കും ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പാലിയത് എത്താൻ. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. പിന്നെ ഏറ്റവും അടുത്ത് നിങ്ങൾ സെക്കൻഡ് പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് ദേർ അൽ ബല, സെൻട്രൽ ഗാസ കഴിഞ്ഞ് ദേർ അൽ ബല കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൻ യൂനീസ് കഴിഞ്ഞാൽ റഫ. ഇത്രയും സ്ഥലങ്ങൾ അതിന്റെ കോർണറിലായിട്ട് അൽ മവൈസി എന്ന് പറഞ്ഞ ഏരിയയിലാണ് ഈ വൈറ്റ് കളർ ലെങ്തി ആയിട്ടുള്ള ഏരിയ. ആ പോർഷനിലാണ് ഇപ്പം നിലവിലെ താൽക്കാലിക ഷെൽട്ടർ കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് ഇപ്പൊ ഇത്രയും ആൾക്കാർ വന്ന് തിങ്ങിപ്പാർക്കാൻ പോകുന്നത്. അതിനോടൊപ്പം ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ മാരകമായിട്ട് നടക്കുന്നുണ്ട്. പലായനങ്ങൾ തുടരുകയാണ്. ഇതേപോലെ തന്നെ ആൾക്കാർ കഴുത വണ്ടിയിലും കുതിര വണ്ടിയിലും ഇതേപോലത്തെ പിന്നെ കൈവണ്ടിയിലൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് വലിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യമാണ്. വാഹനങ്ങളിലൊക്കെ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കിക്കൊണ്ട് പോവാണ്. ഇതാണ് നിലവിലെ അവസ്ഥ. ഈ എവാക്യുവേഷൻ നടക്കുന്ന ഓരോ ബിൽഡിങ്ങും ഇസ്രായേൽ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബിൽഡിംഗ് പോലും എക്സിസ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. അതായത് ഇസ്രായേലിന്റെ ബന്ദികളെ എവിടെയാണ് ഇവർ വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സൂചന കിട്ടിയ സ്ഥിതിക്ക് 1-2 ദിവസങ്ങളിൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഹമാസ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ നെഗോസിയേഷന് തയ്യാറാണ്, ഞങ്ങൾ തയ്യാറായിട്ട് തന്നെയാണ് ഇരുന്നത്. ഇസ്രായേൽ അഥവാ നെതന്യാഹുവിനെ പറയുമ്പോഴത്തേക്കും അവരെ യുദ്ധക്കുറ്റവാളി എന്ന് തന്നെയാണ് പറയുന്നത്. യുദ്ധക്കുറ്റവാളിയായിട്ടുള്ള നെതന്യാഹു ഈ ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവാത്തത്. അതിലുപരിയായിട്ട് നെതന്യാഹു ഈ നെഗോസിയേഷൻ ചെയ്യാൻ വന്നിരുന്ന ആൾക്കാരെ തന്നെയാണ് എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ആരാണ് ഇതിനകത്ത് നെഗോസിയേഷൻ തയ്യാറാവാത്തത്? ഞങ്ങൾ നെഗോസിയേഷന് തയ്യാറായ വ്യക്തികളാണ് എന്നാണ് ഹമാസ് പറയുന്നത്. അതായത് ഇനിയിപ്പോൾ ഹമാസിന്റെ കയ്യിലുള്ള ഒരേ ഒരു പിടിവള്ളി എന്ന് പറഞ്ഞാൽ ഈ ബന്ദികളാണ്. ബന്ദികളെ വിട്ടുകൊടുത്താൽ തന്നെയും ഇസ്രായേൽ ഗാസ വിട്ടു പോകുമെന്ന് തോന്നുന്നില്ല. കാരണം നമുക്കൊരു വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ബന്ദികളെ തന്നെ അവരുടെ സോൾജേഴ്സ് ആയിട്ട് അവർ കണക്കാക്കി കഴിഞ്ഞു. അതിന്റെ അർത്ഥം അവർ മരണപ്പെട്ടാലും കുഴപ്പമില്ല, നമ്മൾ ഈ ഒരു യുദ്ധത്തിൽ തോൽക്കാൻ പാടില്ല, ഗാസയെ മൊത്തത്തിൽ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് മാത്രമേ IDF ഇനി ഒരു മൂലയിൽ ഇരിക്കുള്ളൂ എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ബന്ദികൾ പോലും ഇപ്പം ഹമാസിന് യൂസ്ലെസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം റൈറ്റ് ടൈമിൽ ഹമാസ് ഉപയോഗിച്ചില്ല അവരെ, അതാണ് പ്രശ്നം. അപ്പൊ അറബ് ലീഗിൽ നടന്ന ചർച്ചയിൽ ഒരു മേജർ പോർഷൻ ചർച്ച യമനി ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് യമനിലെ എൻറ്റയർ ക്യാബിനറ്റ് മിനിസ്ട്രിയെ തന്നെ ഇസ്രായേൽ ഇല്ലാതാക്കിയില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച അവിടെ നടന്നിട്ടുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചയായിട്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതിനകത്ത് UAEയും സൗദി അറേബ്യയ്ക്കും വലിയ താല്പര്യമില്ലായിരുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എന്നാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റുള്ള അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇറാനൊക്കെ ചേർന്നുകൊണ്ട് വലിയ രീതിയിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ യമനിലെ ഹൂത്തികൾ അറബ് രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ അറബ് ലീഗ് മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇത്തവണയെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നുള്ള സൂചനയൊക്കെ കൊടുത്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട അറബ് രാജ്യങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കാൻ പോകുന്നില്ല. ഇപ്പോൾ UAE പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ UAEയിലുള്ള എയർ ഷോയിൽ ഈ വർഷം പങ്കെടുക്കേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. UAEയിൽ എയർ ഷോ നടക്കുന്നുണ്ട്. ആ എയർ ഷോയ്ക്ക് ഇസ്രായേലിന്റെ സൈഡിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ വേണ്ട എന്നാണ് UAE പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ചെറിയ സൂചനകൾ മാത്രമാണ്. അതായത് ഞങ്ങൾ ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക, അത്ര തന്നെ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രഹസനമായിട്ട് തന്നെയാണ് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് ഇപ്പോൾ നെക്സ്റ്റ് ഇയർ നോക്കിക്കോ, ഇസ്രായേൽ ഒന്ന് പങ്കെടുക്കും.
ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മറ്റുള്ള അറബ് റീജിയനിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന്റെ മേളിൽ ഏതെങ്കിലും തരത്തിലുള്ള 1-2 സാങ്ഷൻസ്, ചില ബാൻ, ചില വ്യാപാര ബന്ധങ്ങൾ, ഇതൊക്കെ തന്നെ കുറച്ച് നാളത്തേക്ക് ഒന്ന് നിർത്തിവെക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ ഒരു യുദ്ധത്തിൽ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരതിനെ ആ രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. ഇന്നലെ തന്നെ മാർക്കോ റൂബിയോ പറഞ്ഞത് നിങ്ങൾ കേൾക്കും. അതായത് ഇറാൻ ലോങ് റേഞ്ച് മിസൈലുകളുമായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്, യൂറോപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ലോങ് റേഞ്ച് മിസൈലുകൾ യൂറോപ്പിൽ എത്തും എന്നാണ് പറയുന്നത്. ഇതെന്ത് അടിസ്ഥാനത്തിൽ പുള്ളി പറഞ്ഞു എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇറാന്റെ മേളിൽ എന്തെങ്കിലും പറയണം എന്ന് വെച്ച് പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലാതെ വേറെ ഒരു കോൺടെക്സ്റ്റ് ഇതിനകത്തില്ല. പക്ഷേ എന്നാലും ഇറാനെതിരെ എന്തെങ്കിലും പറയണം എന്ന് വിചാരിച്ച് പറഞ്ഞതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ ഇസ്രായേൽ ഒരു വാർത്ത കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ടിക്ടോക്കിനെതിരെ. ഈ ടിക്ടോക്ക് എന്ന് പറഞ്ഞ ആപ്പ് ചൈന, ഖത്തർ പോലത്തെ രാജ്യങ്ങൾ മിസ്യൂസ് ചെയ്യുന്നതായിട്ടാണ് ഇസ്രായേലിന്റെ ആരോപണം. അതായത് ആന്റി സെമിറ്റിക് വീഡിയോകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ. എന്നിട്ട് നെതന്യാഹു ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു വേർഡിങ് പറഞ്ഞായിരുന്നു. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ മൊബൈലിലും, ആഗോളതരത്തിൽ ലോകത്തുള്ള ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളിലെല്ലാം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഒരു ചെറിയ കണ്ടുപിടുത്തമോ ഒരു ചെറിയ കോൺട്രിബ്യൂഷനോ അതിനകത്തുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം പ്രവൃത്തികൾ കാണിക്കുന്നു എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞു വെച്ചത്. ഐ ആം വാച്ചിങ് എന്നാണ് പുള്ളി പറഞ്ഞത്. ഐ ആം വാച്ചിങ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡിങ്ങിന് ഒരുപാട് മീനിങ്സ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കോൺടെക്സ്റ്റിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു പക്ഷേ ഇൻഫർമേഷനൊക്കെ ചോർത്താൻ വേണ്ടിയിട്ടുള്ള ചോർത്തൽ ആപ്പുകളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡ്വെയർസ് ആവാം. പേജർ ഓപ്പറേഷൻസ് ഒക്കെ നടത്തിയ ടീമാണ് ഇസ്രായേൽ. അപ്പോൾ അതുകൊണ്ട് നെതന്യാഹു പറഞ്ഞ ആ ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് ചെറുതല്ല, അത് വളരെ വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. അതോടൊപ്പം പുള്ളി പറഞ്ഞു വെച്ചത് എൻറ്റയർ ഹോസ്റ്റേജ് വിത്തൗട്ട് എനി നെഗോസിയേഷൻ, ഒരു തരത്തിലുള്ള നെഗോസിയേഷനും ഇല്ലാണ്ട് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുക. അങ്ങനെ മോചിപ്പിക്കുന്നത് വരെ ഗാസയിൽ ആക്രമണം തുടരും, അതും മാരകമായി തുടരുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു. അപ്പോൾ എന്തായാലും കുറേ സമഗ്രമായ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.